കൊല്ലത്ത് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി കൊടും ക്രൂരത. രാജ്യത്തെ ലഹരി കേസുകളിൽ മുന്നിൽ കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറുന്നു. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കൊല്ലം ഉള്ളിയക്കോവിലിൽ കൊടും ക്രൂരത. വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ജീവനൊടുക്കി. ഉള്ളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജാണ് മരിച്ചത്. ഫെബിൻ്റെ പിതാവിനും കുത്തേറ്റു. കാറിലെത്തിയ നീണ്ടകര സ്വദേശി തേജസ് രാജാണ് കുത്തി കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി പ്രതി ജീവനൊടുക്കി. കൊല്ലം ഫാത്തിമ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഫെബിൻ ജോർജ്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ്? വിനീഷ്, ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഉളിയക്കോവിലേക്ക് എത്തിയ ഈ ഒരു ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ നീണ്ടകര സ്വദേശി ഫെബിൻ ജോർജിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് ഈ ഫെബിൻ ജോർജിന്റെ പിതാവിനെ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ കണ്ടുനിന്ന ഈ ഫെബിൻ ജോർജ് അവിടേക്ക് എത്തിയപ്പോൾ ഈ ഫെബിൻ ജോർജിന്റെ ശരീരത്തിലേക്ക് ഇയാൾ കുത്തി ഇറക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോൾ ഉള്ള ദ്രാവകം ഇവരുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. പിന്നാലെ പോലീസ് അവിടേക്ക് എത്തുന്നു. പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ റെയിൽവേ ട്രാക്കിനടുത്ത്, കടപ്പാക്കട റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നത്. തുടർന്ന് അവിടേക്ക് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ നീണ്ടകര സ്വദേശി തേജസ് രാജാണെന്നുള്ള വിവരം ലഭിക്കുന്നത്. പിന്നീട് ഇത് രണ്ടുമായി പോലീസ് കണക്ട് ചെയ്യുകയായിരുന്നു. അതായത് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ ട്രെയിനിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിനുശേഷമാണ് എന്താണ് കാരണം എന്നുള്ളതിനെ പറ്റി പോലീസ്. മനോജ്, ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം. മനോജ് തുടരുക. ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കമ്മീഷണറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. മർഡറിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. 112 ഫോൺ വന്നു. അവിടെ ചെന്നപ്പോഴാണ് ഒരു മകനും അച്ഛനും കുത്തേറ്റതായിട്ട് അറിഞ്ഞത്. പിന്നെ അവിടെ ബെൻസിയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ പോലീസ് പാർട്ടി അവിടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ചെന്നു. അപ്പോൾ പയ്യൻ മരിച്ചിരുന്നു. അപ്പോഴാണ് അവിടെ ഫാത്തിമ കോളേജിലെ സെൽഫ് ഫൈനാൻസ് കോളേജിൽ BBAക്ക് പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥി പെരനാണെന്ന് അറിഞ്ഞത്. തുടർന്നാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ശേഷമാണ് കൊല്ലത്തെ കടപ്പാക്കടയുള്ള മനോരമ ഓഫീസിന് മുൻവശം റെയിൽവേ ട്രാക്കിന് സമീപത്തായി ഒരു കാറ് കൃത്യത്തിനുപയോഗിച്ച വൈറ്റ് വാഗണർ കാറ് കിടക്കുന്നതായി കാണും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ റൂം വേണ്ടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ ട്രെയിനിന് മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്യുന്നത്. മനോജ്, പോലീസിന് പക്ഷേ ഇതിൽ എന്താണ് സംഭവം, എന്തിനു വേണ്ടിയാണ് കൊലപാതകം എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിനീഷ്, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം, ഇതിന്റെ ഈ കാരണത്തെ പറ്റിയിട്ടുള്ള പ്രതികരണം പോലീസ് നടത്തിയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫെബിൻ ജോർജിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ നീണ്ടകര സ്വദേശിയായിട്ടുള്ള തേജസ് രാജിന്റെ കുടുംബവും തമ്മിലുള്ള മുൻപരിചയം. ഈ തേജസ് രാജ് ഫെബിൻ ജോർജിന്റെ സഹോദരിയെ വിവാഹാലോചന നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ വിവാഹാലോചനയിൽ നിന്ന് ഈ വീട്ടുകാർ പിന്മാറുകയും പിന്നീട് ഈ ഫെബിൻ ജോർജിന് ഇത്തരത്തിലൊരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് ഈ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി പെട്രോളും കൊണ്ടാണ് ഈ വാഗണർ കാറിൽ ഫെബിന്റെ വീട്ടിലേക്ക് ഈ തേജസ് രാജ് വരുന്നത്. തുടർന്ന് ഈ പിതാവിന് നേരെ ആക്രമണമായിരുന്നു. അതിനുശേഷമാണ് ഫെബിന്റെ ശരീരത്തിൽ ഈ കുത്തിയിറക്കുന്നത്. എന്തായാലും കുത്തേറ്റ് പുറത്തേക്ക് ഓടിയ ഫെബിൻ ഈ മതിലിന് സമീപത്ത് നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഫെബിൻ അവിടേക്ക് വീഴുമ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ അവിടെ ഓടിക്കൂടുകയാണ്. തുടർന്ന് ഈ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു വാഗണർ കാർ ഈ കടപ്പാക്കട റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ളതായി വിവരം ലഭിക്കുന്നത്. ഈ കാറിലെ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട്. അതിൽ ഈ രക്തക്കറ പുരണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അതിന് സമീപത്ത് നിന്നും ഒരു മൃതദേഹം കണ്ടെത്തി. ഈ ട്രെയിനിലേക്ക് ഈ തേജസ് രാജ് ചാടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തേജസ് രാജ് മനോജ്, നിലവിൽ കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യങ്ങളിലേക്ക് കടന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഫെബിൻ ജോർജിന്റെ അച്ഛന്റെ സ്ഥിതി എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു? ആശുപത്രി വൃത്തങ്ങൾ എന്താണ് പറയുന്നത്?
നിലവിലിപ്പോൾ ഈ ഫെബിൻ ജോർജിന്റെ പിതാവ് ചികിത്സയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഈ കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. അതായത് മാരകമായിട്ടുള്ള പരിക്കല്ല എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ഈ ഫെബിന്റെ പിതാവ് ചികിത്സയിൽ കഴിയുകയാണ്. ഈ കൊല്ലപ്പെട്ട ഫെബിന്റെ മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ ഭാഗത്താണ് കുത്തേറ്റിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായുള്ള ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഇത് മറ്റൊരു കാര്യം, ഈ തേജസ് രാജ് എന്ന് പറയുന്ന പ്രതി ഒരു ക്രൈം ബ്യൂറോ SIയുടെ മകൻ കൂടെയാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കുടുംബവുമായി ഇവർക്ക് നേരത്തെ തന്നെ മുൻപരിചയം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ഈ തർക്കത്തിലേക്ക്. കൊല്ലത്ത് കൊടും ക്രൂരത, വ്യക്തിപരമായ കാരണങ്ങളാലാണ് കൊലപാതകം എന്നാണ് മനോജ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബിന്റെ അച്ഛന്റെ സ്ഥിതിയും ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ദുരൂഹതകൾ ഇനിയും അഴിയാനുണ്ട്. വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകുകയായിരുന്നു മനോജ്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ കുന്നംകുളം ചെമ്മണ്ണൂരിൽ ഉത്സവത്തിനിടെ സംഘർഷം. 3 പോലീസുകാർക്കും വിമുക്ത സൈനികനും പരിക്കേറ്റു. 2 പൂരാഘോഷ കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അക്രമം തടയാനായി പൂരപ്പറമ്പിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. തുടർന്ന് പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. വിവരങ്ങളുമായി ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിനീഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഈ ഉത്സവത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് 3 പോലീസുകാർക്കും ഒരു വിമുക്ത സൈനികനും പരിക്കേറ്റിട്ടുള്ളത്. ഈ 2 പൂരാഘോഷ കമ്പനികൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കമാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചത്. വിമുക്ത സൈനികനായ നിവേദിനെ ഒരു സംഘം ആക്രമിക്കുകയും ഇത് തടയാനെത്തിയ പോലീസ്, അതായത് ഇതിനുശേഷമാണ് പോലീസ് ലാത്തിചാർജ് നടത്തുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ കടുത്ത സംഘർഷത്തിലേക്ക് പോകുന്നത്. പുതിയ ഉത്സവാഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഈ നിവേദ് പറയുന്നത്. എന്തായാലും ഈ സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ ഈ പോലീസ് നേരെ ഒരു വിഭാഗം ഉത്സവ കമ്മിറ്റിക്കാർ ആക്രമണം നടത്തി. ആനന്ദ, പരിക്കേറ്റ പോലീസുകാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഗുരുതരമായ പ്രശ്നങ്ങൾ പോലീസുകാർക്കുണ്ടോ? ഈ 2 പൂരാഘോഷ കമ്മിറ്റിക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടായ സമയത്ത് പൂരാഘോഷ കമ്മിറ്റിക്കാർക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ബിനീഷ്, എന്തായാലും ഈ സംഘർഷത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPO അനൂപിന്റെ കൈക്ക് സാരമായ പരിക്കുണ്ട്. ഇയാളെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ നേടിയിട്ടുണ്ട്. എന്തായാലും ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ഈ കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൃശൂരിൽ പൂരാഘോഷ കമ്മിറ്റിക്കാർ തമ്മിലുള്ള തർക്കത്തിൽ പോലീസുകാർക്ക് പരിക്ക്. പോലീസിനെ ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കാരന്തൂരിൽ വീട് കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പന പോലീസിനെ അറിയിച്ചതിൽ ലഹരി സംഘത്തിൻ്റെ പ്രതികാര നടപടി. BJP ജില്ലാ കമ്മിറ്റി അംഗം അനിതയും കുടുംബത്തിനുമെതിരെയാണ് ലഹരി സംഘം അക്രമം നടത്തിയത്. സംഭവത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. വീട് കേന്ദ്രീകരിച്ചു നടക്കുന്ന ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിലാണ് BJP ജില്ലാ കമ്മിറ്റി അംഗം അനിതയ്ക്കും കുടുംബത്തിനും നേരെ ലഹരി സംഘം അക്രമം അഴിച്ചുവിട്ടത്. കൊന്നുകളയുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. അനിതയുടെ വീടിനോട് ചേർന്ന് താമസിക്കുന്ന മേലെ ഏറനാട് ദാസന്റെ വീട്ടിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നായിരുന്നു അനിത പരാതി നൽകിയിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മർദ്ദനം. ദാസന്റെ വീട് കേന്ദ്രീകരിച്ച് ഐസ്ക്രീം വിൽപ്പന നടക്കുന്നുണ്ടെന്നും ഇതിൽ ലഹരി വസ്തുക്കൾ കലർത്തി വിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രദേശവാസികളും പറയുന്നു. അപ്പം വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ ലഹരി വിൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടുകാരോട് ഇങ്ങനെ കുട്ടികൾ ലഹരി വിൽപ്പന ഉണ്ട് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിരന്തരം എന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്താണ്. ഇങ്ങനെ കുട്ടികളെ പറ്റിയിട്ട് അപവാദം പറയുകയാണെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്താളെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്, അതുകൂടാതെ ഞങ്ങളെ വീട്ടിലുള്ള CCTV അവർക്ക് അതെടുത്ത് ഒഴിവാക്കി കൊടുക്കണം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള ഭീഷണി. സംഭവത്തിൽ അനിതയുടെയും പ്രദേശവാസികളുടെയും പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, കോഴിക്കോട്. മലപ്പുറത്ത് ലഹരി നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചു. സംഭവത്തിൽ വേങ്ങര ചേറൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ പിടിയിൽ.
പെൺകുട്ടിയെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് വിധേയമാക്കിയതിന് പിന്നാലെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കിയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചത്. മലപ്പുറം കോട്ടക്കലിൽ ആണ് ഞെട്ടിക്കുന്ന സംഭവം. വേങ്ങര ചേറൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൽ ഗഫൂറിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 2020 +1 വിദ്യാർത്ഥിനി ആയിരിക്കെ തുടങ്ങിയ പീഡനം 2025 മാർച്ച് വരെ തുടർന്നതായി പോലീസ് പറയുന്നു. അതിനധികം സൗഹൃദം നടിച്ച ശേഷം അടുത്ത പരിചയമായ ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനെ കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തിക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരണം ഉപയോഗിക്കുക. അങ്ങനെ കുട്ടിയെ പ്രണയത്തിൻ്റെ അടിമയാക്കി മാറ്റുക. അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലിൽ മെല്ലെ ഈ മറ്റ് ഡ്രഗ്സിൻ്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെണിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത്. പോലീസിന് സഹായം തേടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാൾ പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. പിന്നീട് പ്രണയം നടിച്ച് വശീകരിച്ചായിരുന്നു ലൈംഗിക പീഡനം. അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തതായും പരാതിയുണ്ട്. ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ കോട്ടക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ മുൻപും ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുണ്ട്. പരപ്പനങ്ങാടി പോലീസാണ് MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ജനം, മലപ്പുറം. രാജ്യത്ത് ഏറ്റവും അധികം ലഹരിക്കടത്ത് നടക്കുന്നത് കേരളത്തിലെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്കുകൾ. 2ാം സ്ഥാനത്ത് പഞ്ചാബും 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്കാണ് ലഹരിക്കടത്ത് കൂടുതലെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 30.8% കേസുകളും കേരളത്തിലാണ്. 27,701 കേസുകളാണ് NDPS ആക്ട് ഉൾപ്പെടുത്തി 2024 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. 2023 കേരളത്തിൽ 30,715 കേസുകളും 22-ൽ 26,918 NDPS കേസുകളും റിപ്പോർട്ട് ചെയ്തു. അതായത് ലഹരി വിൽപ്പനക്കാരുടെ ഇഷ്ടയിടമായി കേരളം മാറിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പഞ്ചാബാണ് 2ാം സ്ഥാനത്തെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. പിന്നാലെ 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും ഉൾപ്പെടുന്നു. പഞ്ചാബിൽ 9,025 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3ാമതുള്ള മഹാരാഷ്ട്രയിൽ 7,536 കേസുകളും റിപ്പോർട്ട് ചെയ്തു. അതേസമയം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ രാജ്യമാസകലം കർശന ലഹരിമരുന്ന് വേട്ട ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്കാണ് കേന്ദ്ര ഏജൻസി നീങ്ങിയത്. ജനം, ഡൽഹി. പാലക്കാട് കൊഴിഞ്ഞാംപാറയിൽ ജ്യോത്സ്യനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ 3 പേർ കൂടി പോലീസ് പിടിയിൽ. 2 സ്ത്രീകളും 1 പുരുഷനുമാണ് പിടിയിലായത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കൊല്ലങ്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജ്യോത്സ്യനെ ദോഷം തീർക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി കവർച്ച നടത്തിയത്. ഒരു വീട്ടിൽ വെച്ച് മർദ്ദിച്ച് നഗ്നനാക്കിയ ജ്യോത്സ്യന്റെ അടുത്തേക്ക് നഗ്നയായി ഒരു യുവതിയെത്തി ദൃശ്യങ്ങൾ പകർത്തി പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ കൊല്ലങ്കോട് സ്വദേശി സുനിൽകുമാർ എന്ന പ്രഭു, പുതുശ്ശേരി സ്വദേശി സരിത എന്ന സംഗീത, പാലക്കാട് സ്വദേശി അപർണ എന്നിവരാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ പിടിയിലായത്. സരിതയെ പാലക്കാട്ടെ ഒരു ലോഡ്ജിൽ നിന്നും സുനിൽകുമാറിനെ കൊല്ലങ്കോട് നിന്നും അപർണയെ എറണാകുളത്തു നിന്നുമാണ് പിടികൂടിയത്. ഇതോടെ സംഭവത്തിൽ പിടിയിലാവുന്നവരുടെ എണ്ണം 6ആയി. ഇനിയും നിരവധി പേർ സംഭവത്തിൽ നേരിട്ടും ഗൂഢാലോചനയിലുമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പറഞ്ഞു. നല്ലേപ്പള്ളി സ്വദേശി രഞ്ജിത്ത്, മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമുന, കുറ്റിപ്പള്ളം പാറക്കൽ സ്വദേശി S ശ്രീജേഷ് എന്നിവരാണ് ഇതിനു മുൻപ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലങ്കോട് സ്വദേശിയായ സുനിൽകുമാറാണ് ജ്യോത്സ്യനെ കൊഴിഞ്ഞാമ്പാറയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാവുമെന്ന് പോലീസ് പറഞ്ഞു. 4.5 പവന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും 2000 രൂപയും ഉൾപ്പെടെയായിരുന്നു സംഘം ജ്യോത്സ്യനിൽ നിന്നും കവർന്നത്. കൂടാതെ 20 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടിരുന്നു.
ജനം, പാലക്കാട്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും കണ്ടെത്താൻ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ കഴിഞ്ഞ ദിവസം മാത്രം പിടിവീണത് 254 പേർ. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 5544 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. MDMAയും മറ്റു മയക്കുമരുന്നുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 5544 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 243 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 254 പേരാണ് അറസ്റ്റിലായത്. ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് BD എന്നിവ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് 2025 മാർച്ച് 16 സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തലവനും ക്രമസമാധാന വിഭാഗം ADGPയുമായ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച് വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട്. സ്ഥിരമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി നിരന്തരമായി നിരീക്ഷണം നടത്തി ഓപ്പറേഷൻ ഡി ഹണ്ട് വരും ദിവസങ്ങളിലും തുടരും. ജനം, തിരുവനന്തപുരം. ലഹരിമുക്ത കായംകുളം പദ്ധതിയുമായി കായംകുളം പോലീസ്. ലഹരിക്കെതിരെയുള്ള ലഹരിമുക്ത കായംകുളം എന്ന വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് പേരാണ് ഒന്നിച്ചത്. കായംകുളം DYSP N ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൂട്ടായ്മയിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ലഹരിക്കെതിരായ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒന്നിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിൽ നിന്നും ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സാധിക്കുമെന്ന് കായംകുളം DYSP ബാബുക്കുട്ടൻ പറഞ്ഞു. ലഹരിമുക്ത കായംകുളം എന്ന ഒരു പദ്ധതിയുമായി നമ്മുടെ കായംകുളം പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1500 പേരോളം നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട്. വലിയൊരു പദ്ധതിക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ പുതുതലമുറ അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയുടെ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ച് ശ്രദ്ധയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവയർനെസ് ഒക്കെ നൽകാനാണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന് എല്ലാവരുടെ സഹകരണങ്ങളും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 23-ാം തീയതി നടക്കുന്ന ആലോചന യോഗത്തിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും വരും. അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ 2025-26 ആ ഒരു അധ്യയന വർഷം പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ അധ്യയന വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചാണ് അവിടെ നമ്മൾ ആലോചിക്കും. അതനുസരിച്ചുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ലഹരിമുക്ത കായംകുളം എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. നമ്മുടെ നാടിനെ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ് കായംകുളം നഗരം. കായംകുളത്തെ സന്നദ്ധ സാമൂഹിക പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകരും ഈ നാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും എല്ലാം ഒന്നിക്കുന്ന ഒരു വലിയ സംഗമം ഈ മാസം 23-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു ലഹരിക്കെതിരായ ഈ നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
ലഹരിമുക്ത കായംകുളം എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അതിന് സർപ്രൈസിങ് ആയിട്ടുള്ള വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അതിന് ഒരു നീതിന്യായ വ്യവസ്ഥ മുഴുവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പോലീസ് സേന നമ്മുടെ കൂട്ടത്തിലുണ്ട്, എക്സൈസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികളോടാണെന്നുണ്ടെങ്കിലും മതമേലധ്യക്ഷന്മാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളിലും ഈ ചുക്കാൻ പിടിക്കാനായിട്ട് റെക്കമെൻഡേഷനുമായിട്ട് വരരുത്. അവരെ കൂട്ടത്തിൽ കൂട്ടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പതിയെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം. ഒറ്റപ്പെടുത്തലുകളല്ല, കുറ്റപ്പെടുത്തലുകളല്ല. നമ്മുടെ കൂട്ടത്തിലൊരു സമൂഹത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ അടർത്തിയെടുത്ത് ഒരു നന്മയുടെ പാതയിലേക്ക് നയിച്ച് അവരെ ഈ വിഷത്തിൻ്റെ നീരാളി കൈകളിൽ നിന്ന് മുക്തമാക്കാനായിട്ടുള്ള കൂട്ടായ ശ്രമമാണ് നമുക്ക് വേണ്ടത്. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരികൾ തുടങ്ങിയവരും ലഹരിമുക്ത കായംകുളം പദ്ധതിയിൽ സജീവമായി സഹകരിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ. ക്യാമ്പസുകളിലെ ലഹരി ഇടപാടുകൾക്ക് സമൂഹ മാധ്യമ കൂട്ടായ്മകൾ, പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലാണ് ഡീലുകൾ നടക്കുന്നത്. ആവശ്യപ്പെടുന്ന അളവിലുള്ള കഞ്ചാവ് പറയുന്ന സമയത്ത് എത്തിക്കാൻ വൻ ശൃംഖലയാണ് പ്രവർത്തിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിക്കാൻ ലഹരി മാഫിയ ഇത് കിലോ കണക്കിനുള്ള അളവുകളിൽ വാങ്ങി ക്യാമ്പസിലെത്തിക്കാൻ മറ്റു സംഘങ്ങൾ, ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും എത്തിക്കാൻ വിദ്യാർത്ഥികൾ തന്നെ ഉൾപ്പെട്ട കണ്ണികൾ, ലഹരിക്കടിമകളായി ചോദിക്കുന്ന പണം നൽകി ചെറു കഞ്ചാവ് പൊതികൾ വാങ്ങുന്ന മറ്റു വിദ്യാർത്ഥികൾ. ഇങ്ങനെയാണ് ഈ കണ്ണികൾ. ഓരോ വിഭാഗത്തെയും പ്രത്യേകമായി ഒരുമിപ്പിക്കാനും ആശയവിനിമയത്തിനുമാണ് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത്. മറ്റു സമൂഹ മാധ്യമങ്ങളെക്കാൾ ഇൻസ്റ്റാഗ്രാമാണ് വിദ്യാർത്ഥികളും യുവാക്കളും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എന്നതിനാൽ ലഹരി ഇടപാടുകൾക്കായി ഇൻസ്റ്റാ ഗ്രൂപ്പുകൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ലഹരി കച്ചവടക്കാർ, വിതരണക്കാർ, ഇടപാടുകാർ എന്നിവർക്കെല്ലാം പ്രത്യേകം വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും ഇവരെയെല്ലാം ഒരുമിപ്പിച്ചുള്ള ഗ്രൂപ്പുകളുമുണ്ട്. എക്സൈസ്, പോലീസ് അംഗങ്ങൾ ഗ്രൂപ്പിൽ നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്താതിരിക്കാനുള്ള ജാഗ്രതയുമുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും ഇത്തരം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തതായി കണ്ടെത്തിയാൽ ഇവരെ വേഗത്തിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാമ്പസുകളിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ലഹരി സംഘങ്ങളും അകത്തുള്ള ഇടനിലക്കാരും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടക്കും. പല അക്കൗണ്ടുകളിലൂടെ പണം കൈമാറി എത്തിയാലുടൻ ആവശ്യക്കാരൻ പറയുന്നിടത്ത് കഞ്ചാവ് എത്തിക്കും. MDMA അടക്കം മറ്റ് മാരക ലഹരികളുടെ ഇടപാടുകളുമുണ്ട്. വിദ്യാർത്ഥികളെ തന്നെ കണ്ണികളാക്കി മുന്നോട്ടു പോകുന്ന ലഹരി മാഫിയയുടെ ഇടപാടുകളെല്ലാം ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെയാണ്. ഈ ഗ്രൂപ്പുകളിലൂടെ ഓരോ പ്രദേശത്തെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പോലും പരസ്പരം പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മുൻകരുതലുകൾ എടുക്കാം, അവിടെ നിന്ന് മാറി നിൽക്കാം എന്നെല്ലാമാണ് പ്രധാനമായും ഈ ഗ്രൂപ്പുകളിലൂടെ നടക്കുന്ന ചർച്ചകൾ. ഒപ്പം തന്നെ ഓരോ ആവശ്യക്കാരനും എത്ര ഗ്രാമാണ് വേണ്ടത്, ആ പണം എവിടെ എപ്പോഴിടും, ഒപ്പം തന്നെ എവിടെയായിരിക്കണം ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന കഞ്ചാവുകൾ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കൊണ്ടുപോയി വെക്കേണ്ടത് എന്നീ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിലൂടെയാണ് നൽകുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.